ങ്ങളുടെ മക്കളായി ജനിക്കുന്നവർ, മുതലാളി കുടുംബങ്ങളിൽ അവരുടെ മക്കളായി ജനിക്കുന്ന ആളുകൾ എന്ത് നന്മയാണ് അവർ നേരത്തെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ജനിക്കാൻ? അവരെന്തെങ്കിലും അമലുകൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ അള്ളാഹു അവരെ പ്രത്യേകമായി ബഹുമാനിക്കേണ്ടതുള്ളൂ, മാനിക്കേണ്ടതുള്ളൂ? പക്ഷേ ജനിച്ചു വീഴുന്നത് തന്നെ സമ്പത്തിലാണ്. ആ സമ്പത്ത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ മാനിച്ചു എന്നതിന് തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ തെളിവ് എന്തിനാണ്? അല്ലാഹു അയാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സമ്പത്ത് നൽകിക്കൊണ്ടാണ് എന്നുള്ളതാണ്. സമ്പത്ത് നൽകിക്കൊണ്ടാണ് പരീക്ഷണം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ. അയാളെ മാനിച്ചിരിക്കുന്നു, അയാൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അപ്പോഴയാൾ പറയുന്നത് റബ്ബി അക്രമൻ, എന്റെ നാഥൻ എന്നെ മാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവനെ പരീക്ഷിച്ചു, എന്നിട്ട് സമ്പത്ത് ഒന്ന് പരിമിതപ്പെടുത്തി, അവന്റെ അനുഗ്രഹങ്ങൾ ഒന്ന് പരിമിതപ്പെടുത്തി. ഫയഖൂലു റബ്ബി അഹാനൻ, അപ്പോഴവൻ പറയുന്നത് എന്റെ നാഥൻ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്നാണ്. നാഥൻ നിന്ദിക്കലല്ല സമ്പത്ത് നൽകാതിരിക്കൽ. കാരണം വളരെ തഖ്വയോടുകൂടി അല്ലാഹുവിനെ പ്രാർത്ഥിച്ച് മനുഷ്യനെ സേവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും സാമ്പത്തികമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നു. ഏത് കച്ചവടം ചെയ്തിട്ടും വിജയിക്കുന്നില്ല. എന്ത് തല കുത്തിമറിഞ്ഞിട്ടും ജീവിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കരകയറി വരാൻ അയാൾക്ക് കഴിയുന്നില്ല. ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നയാളാണ്, തഖ്വയുള്ളയാളാണ്. അയാൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല അല്ലാഹു എന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. സമ്പത്ത് നൽകൽ മാനിക്കലല്ല, സമ്പത്ത് നൽകാതിരിക്കൽ അപമാനിക്കലുമല്ല. മറിച്ച് സമ്പത്ത് നൽകാതിരിക്കലും നൽകലും ഇബ്തിലാ, പരീക്ഷണമാണ്. ഈ രണ്ട് സന്ദർഭത്തിലും അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഇബ്തല എന്ന വാക്കാണ്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. രണ്ട് സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ള പദം ഇബ്തില എന്ന പദമാണ്. അല്ലാഹു സമ്പത്ത് നൽകിയിരിക്കുന്നു എന്ന് വിചാരിക്കൽ മാത്രമല്ല, ആ സമ്പത്ത് എന്നെ പരീക്ഷിക്കാനാണ് നൽകിയിരിക്കുന്നത് എന്നുകൂടി വിചാരിക്കാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ് എന്നാണ് നാം ഈ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു വചനം ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ചു. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ധനവും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിലെ അലങ്കാരം മാത്രമാണ്. വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. എന്നെന്നും അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങളാണ് നിന്റെ നാഥങ്കൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഏറ്റവും ഉത്തമമായി പ്രതിഫലത്തിന് അർഹമായി തീരുന്നതും ഏറ്റവും നന്നായി പ്രതീക്ഷിക്കാൻ കഴിയുന്നതും അതുമാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ആളും അർത്ഥവും ഈ ഭൗതിക ജീവിതത്തിലെ അലങ്കാരമാണ്. ഭൗതിക ജീവിതം എത്ര നശ്വരമാണോ അത്ര നശ്വരമാണ് ഭൗതിക ജീവിതത്തിലെ വിഭവവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ധാരാളം സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെക്കുക, എന്താണ് നമുക്ക് അവസാനമായി ലഭിക്കുക? നമുക്കവസാനമായി ലഭിക്കുക ഈ സമ്പത്ത് ഒന്നാകെ എന്റേതാണ് എന്ന ഒരു വിചാരം മാത്രം. ആ കാണുന്ന മണിമാളികകൾ, ഈ കാണുന്ന മണിമന്ദിരങ്ങൾ, ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങളിലും
ഞാൻ സ്ഥാപിച്ചിട്ടുള്ള ആഡംബര വീടുകൾ അതൊക്കെ എന്റേതാണ്. അതിലുള്ള മുഴുവൻ സൗകര്യങ്ങളും എന്റേതാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ സമ്പാദ്യം, ആ സമ്പാദ്യം എന്റേതാണ്, എന്റെ ഉടമസ്ഥതയിലാണ് എന്ന് വിചാരിക്കുകയല്ലാതെ അത് മുഴുവൻ അനുഭവിച്ചു തീർക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് നമുക്കറിയാം. 100 റൂമുകളുള്ള ഒരു വീട്ടിൽ ആണ് താമസിക്കുന്നതെങ്കിലും ഒരു റൂമിലല്ലാതെ കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ. ആയിരക്കണക്കിന് വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും ഒരു വസ്ത്രമല്ലാതെ ഒരാൾക്കൊരു സന്ദർഭത്തിൽ ധരിക്കാൻ കഴിയില്ലല്ലോ. 100കണക്കിന് ആഡംബര കാറുകൾ ഉണ്ടെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു കാറിലല്ലാതെ യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ സമ്പത്തിന്റെ ആധിക്യം എന്നത് വ്യർത്ഥമായിട്ടുള്ള ഒരു സങ്കല്പം മാത്രമാണ്. മനുഷ്യന് അനുഭവിച്ചു തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. ഭൗതിക ജീവിതത്തിന്റെ ഒരു അലങ്കാരം മാത്രം. നാം ഉപയോഗിച്ച വസ്ത്രം മാത്രമല്ലേ നാം ആസ്വദിക്കുന്നുള്ളൂ. നാം തിന്നുകഴിയുന്ന ഭക്ഷണം മാത്രമല്ലേ നാം അനുഭവിക്കുന്നുള്ളൂ. അങ്ങനെ ആലോചിച്ചു നോക്കിയാൽ സമ്പത്തെന്ന് പറയുന്നത് വെറും അലങ്കാരങ്ങൾ മാത്രം, നമുക്ക് അനുഭവിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല അത്. ഇങ്ങനെയുള്ള സന്തുലിതമായ ഒരു ബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ധനത്തോടുള്ള നമ്മുടെ സമീപനം സന്തുലിതമായി തീരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ 2 ആളുകളുടെ കഥ മനോഹരമായി വിവരിക്കുന്നുണ്ട്. അതിലൊരാൾക്ക് വിശാലമായിട്ടുള്ള തോട്ടങ്ങളുണ്ട്, 2 തോട്ടങ്ങൾ. ആ തോട്ടത്തിനു ചുറ്റും ഈത്തപ്പനകൾ നിറഞ്ഞിരിക്കുന്നു, അതിർത്തി എന്ന വണ്ണം. അതിന്റെ നടുവിൽ കൃഷിയിടങ്ങളാണ്. ധാരാളം സമ്പത്ത്, ഫലവർഗ്ഗങ്ങൾ അത് ഉൽപ്പാദിപ്പിക്കുന്നു. 2 തോട്ടങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ഘട്ടത്തിലും എന്തെങ്കിലും രോഗം ബാധിക്കുകയോ ഏതെങ്കിലും അർത്ഥത്തിൽ വിളവ് നശിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. എപ്പോഴും സുലഭമായി വിഭവങ്ങൾ, ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കൃഷിയിടം, ആ കൃഷിയിടത്തിന് ചുറ്റുമുള്ള ഈത്തപ്പന മരങ്ങൾ. ഈ 2 തോട്ടങ്ങളുടെ ഇടയിലൂടെയും മനോഹരമായിട്ടുള്ള ഒരു നദി ഒഴുകുകയും ചെയ്യും. ഇതിങ്ങനെ കാണുമ്പോൾ അല്ലാഹുവാണത് തനിക്ക് നൽകിയത് എന്നയാൾക്കറിയാം. പക്ഷേ അയാൾ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പറയുന്നത് അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ എന്ന്. ഞാൻ നിന്നേക്കാൾ കൂടുതൽ ധനമുള്ളവനാണ്, നിന്നേക്കാൾ ആളുകളുടെ ബലത്തിൽ ഞാൻ കൂടുതൽ പ്രതാപമുള്ളവനാണ്, അഥവാ എനിക്ക് ആളുമുണ്ട് അർത്ഥവുമുണ്ട് എന്ന് അല്പം അഭിമാനബോധത്തോടുകൂടി അയാൾ പറയുകയാണ്. ഈ അഭിമാനബോധം എന്ന് പറഞ്ഞാൽ അതൊരക്രമമാണ്. ആ അക്രമ മനസ്ഥിതിയോടുകൂടിയാണ് അയാളുടെ തോട്ടങ്ങളിലേക്ക് ഓരോ സന്ദർഭത്തിലും പ്രവേശിക്കുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഈ തോട്ടത്തിന് എന്തെങ്കിലും ഒരു നാശം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.